വയനാട് പാർലമെന്റ് മണ്ഡലം UDF കോട്ടയാണെന്ന ധാരണ തിരുത്തിക്കുറിക്കാനാവുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് ഇടതു സ്ഥാനാർത്ഥി PP സുനീർ. UDF സ്ഥാനാർത്ഥിയെ തീരുമാനിക്കും മുമ്പേ മണ്ഡലത്തിലെ ആദ്യഘട്ട പ്രചാരണം കഴിഞ്ഞ മണ്ഡലം കൺവെൻഷനുകൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് ഇടതുപക്ഷം. വയനാട് ജില്ലയ്ക്ക് പുറമെ മലപ്പുറത്തു നിന്നുള്ള 3 നിയമസഭാ മണ്ഡലങ്ങളും കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി മണ്ഡലവും ചേർന്ന വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഇടതുമുന്നണിക്ക് സ്വീകാര്യത കൂടിയതായി സുനീർ പറഞ്ഞു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് 7 നിയമസഭാ മണ്ഡലങ്ങളിലും UDF പ്രതിനിധികളായിരുന്നെങ്കിൽ ഇന്നത് 7-ൽ 4 LDF എന്ന നിലയിലേക്ക് മാറിയിരിക്കുന്നു. ഇത് മണ്ഡലം UDF കോട്ടയാണെന്ന ധാരണ തിരുത്തുന്നതാണെന്നും ഇടതു സ്ഥാനാർത്ഥി പറയുന്നു. മുനിസിപ്പാലിറ്റികൾ 5 മുനിസിപ്പാലിറ്റികളിൽ 4 മുനിസിപ്പാലിറ്റിയും LDF ഭരിക്കുന്നു. 50 ഗ്രാമപഞ്ചായത്തുകളിൽ 29 ഗ്രാമപഞ്ചായത്തും LDF ഭരിക്കുന്നു. ആ രീതി വലിയ മുന്നേറ്റം LDFിനുണ്ടായിട്ടുള്ള ഒരു ജില്ലയാണ് ഈ വയനാട്. പാർലമെന്റ് മണ്ഡലമാണ് വയനാട് മണ്ഡലം. വയനാട്ടിൽ LDFിന്റെ ആദ്യഘട്ട പ്രചരണം അവസാനിക്കുമ്പോഴും UDF സ്ഥാനാർത്ഥിയെ നിർണയിച്ചിരുന്നില്ല. ആരെ നിർത്തിയാലും വയനാട്ടുകാർ വിജയിപ്പിച്ചു തരുമെന്ന UDF വിശ്വാസം തിരുത്തിക്കുറിക്കാനുള്ള തെരഞ്ഞെടുപ്പാണിതെന്നും സുനീർ പറഞ്ഞു. ആ ജനങ്ങളുടെ ഒരു അനുഭവത്തിൽ നിന്ന് അവർ പാഠം പഠിച്ചിട്ടുണ്ടാകും, മനസ്സിലാക്കിയിട്ടുണ്ടാകും. ആരെയാണ് കൊള്ളേണ്ടത്, ആരെയാണ് തള്ളേണ്ടത് എന്ന് അവരുടെ ശരാശരി ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ തീരുമാനിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വയനാട്ടിൽ ആദ്യഘട്ട പ്രചരണം അവസാനിപ്പിച്ച് മണ്ഡലം കൺവെൻഷനുകൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് ഇടതുമുന്നണി. CPM, CPI നേതാക്കൾക്കൊപ്പം ഘടകകക്ഷി നേതാക്കളെ കൂടി സജീവമായി രംഗത്തിറക്കിയാണ് ഇടതുപക്ഷത്തിന്റെ പ്രചരണ പരിപാടികൾ. ഈ മാസം 23 മുതൽ പൊതുപ്രചരണ പരിപാടികൾക്ക് തുടക്കം കുറിക്കും. മീഡിയ 1 വയനാട്.